السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. أعلم أن الله على كل شيء قدير، وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها، إن ربي على صراط مستقيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله، أرسله بالهدى ودين الحق بشيرا ونذيرا، وداعيا إلى الله بإذنه وسراجا منيرا، ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على سيدنا محمد وعلى آل وصحاب سيدنا ومولانا محمد، كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الأمين الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. بلغ العلا بكماله، كشف الدجى بجماله، حصنت جميع خصاله. صلوا عليه وآله. يا صاحب الوقت جبهتي تحت نعالكم، أعظ بحكم نيابة عنكم.
يا صاحب البغداد كل حاضري يا مطلب الحاجات عبد القادر يا صاحب الأجمير كل ناصري يا مطلب الحاجات خجا سنجري يا صاحب المدبور كل حافظي يا مطلب الحاجات سيم الولي. ഏറെ ബഹുമാനം നിറഞ്ഞ സാദാത്തുക്കളെ, അഭിവന്യരായ ശൈഖുന മർഹൂം താജു ശരീഅ ഖദ്ദസല്ലാഹു സിർറഹുൽ ലസീ തങ്ങളുടെ മക്കളടക്കമുള്ള മട്ടന്നൂർ അബ്ദുൽ ഖാദർ ഉസ്താദ് അടക്കമുള്ള മഹാനായ താജു ശരീഅ ശൈഖുന ഉസ്താദ് അവർകളുടെ ശിഷ്യന്മാരടക്കമുള്ള പണ്ഡിതന്മാരെ, മഹാനായ ഉസ്താദ് അവർകളുടെ മുഹബ്ബുകളായി മഹത്തായ അവിടുത്തെ അനുസ്മരണ പരിപാടിയിൽ മദ്ഹിന്റെ ജൽസയിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു ജല്ല ജലാലു നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, മക്കൾ, സഹോദര സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, കുടുംബം, കൂട്ടുകാർ, സ്നേഹജനങ്ങൾ, മഹത്തായ ഈ ഉറൂസ് മുബാറക്കുമായി സഹകരിച്ചവർ, നമ്മുടെ പ്രിയപ്പെട്ട ലത്തീഫിയയുടെ സഹകാരികൾ, ഉസ്താദിന്റെ മുഹബ്ബുകൾ, നമ്മയെല്ലാം അല്ലാഹു തആല അവന്റെ മുഖറബുകളായ ഇബാദുകളിൽ ഉൾപ്പെടുത്തി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും അല്ലാഹു തആല അവന്റെ ഹബീബായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ. നമ്മെയും നമ്മുടെ സകല സ്നേഹികളെയും അല്ലാഹു തആല അവന്റെ നരകത്തെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ സകല പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളുമൊക്കെ അല്ലാഹു എളുപ്പത്തിൽ തീർത്ത് ശിഫയാക്കി തരട്ടെ. പൂർണ്ണമായ ആഫിയത്തോടെ റാഹത്തോടെ അവന്റെ ദീനിന്റെ ഖിദ്മത്തിൽ അല്ലാഹു നമുക്കും അവർക്കും ദീർഘായുസ്സു നൽകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. മഹാനായ താജു ശരീഅയുടെ ഓർമ്മ തുടിക്കുന്ന ഈ മജ്ലിസ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരുടെ പൊരുത്തത്തിൽ അല്ലാഹു ഏറ്റെടുക്കട്ടെ. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, ആദരണീയരായ താജു ശരീഅ നവ്വറല്ലാഹു ദരീഹഹു വ നഫഅനാ ബിഹി ആമീൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അജയ്യനായ ഉപാധ്യക്ഷരായി മുസ്ലിം ഉമ്മത്തിന് ദിശാബോധം നൽകി തൻ്റെ ജീവിതത്തിൻ്റെ ആയുസ് മുഴുവനും അല്ലാഹുവിൻ്റെ ദീനിനും ഇൽമിനും ഇഷ്ഖിന്റെ പ്രചരണത്തിനും മദ്ഹിന്റെ വ്യാപനത്തിനും വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ച മഹാനായ താജു ശരീഅ ഉസ്താദ് അവർകളുടെ അനുസ്മരണ സദസ്സിലാണ് നാം ഉള്ളത്. നമ്മുടെ ബഹുമാന്യരായ അതിഥികളും മാദഹീങ്ങളുമെല്ലാം ഇൻഷാ അല്ലാഹ് ഒരൽപ്പസമയത്തിന്റെ ഉള്ളിൽ നമ്മുടെ സദസ്സിലേക്ക് എത്തും. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ്, വളരെ മുതബറക്കായ മജ്ലിസാണ്. രാവിലെ മുതൽ തന്നെ ഉസ്താദ് അവർകളുടെ പേരിലുള്ള ഖത്മുകളും
മൗലിദുകളും മറ്റു പല വിഷയങ്ങളും ഖൈറാത്തുകൾ ധാരാളമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഹാനായ ഉസ്താദ് അവർകളെ ഹൃദയം കൊണ്ട് ഏറ്റെടുത്തവർ ജീവിതകാലത്ത് അവരിൽ നിന്ന് ഖൈറാത്തുകൾ കൈപ്പറ്റാൻ വേണ്ടി ഭാഗ്യം ലഭിച്ചവർ കേരളത്തിലും കർണാടകയിലും വിദേശ രാജ്യങ്ങളിലും മഹാനായ ശൈഖുന ഉസ്താദ് അവർകളെ അടുത്തു പരിചയപ്പെട്ടവരും ഉസ്താദ് അവർകളുമായി ബന്ധം പുലർത്തിയവരും ഒരിക്കലെങ്കിലും ആ വിശുദ്ധമായ മുഖമൊന്ന് കാണുകയും ഒരിക്കലെങ്കിലും അവിടുത്തെ ബറക്കത്തുള്ള കൈയൊന്ന് പിടിക്കുകയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് സലാം പറഞ്ഞ് നേരെ അടുത്തുപോയി മുന്നിൽ നിൽക്കാൻ ഭാഗ്യം കിട്ടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും മറന്നുപോകാത്ത, ഒരിക്കലും വിട്ടുപോകാത്ത, ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഹൃദയബന്ധമായി ആ ബന്ധം, ഹൃദയത്തിന്റെ പിടുത്തമായ ആ കൈപിടുത്തം മുഅ്മിനീങ്ങളുടെ ഖൽബിൽ ഇടം പിടിക്കുന്നതാണ്. അത്രമാത്രം ലളിതമായി, അത്രമാത്രം ഹാർദവമായി ആരെയും സ്വീകരിക്കുന്ന പ്രകൃതിയാണ് മഹാനായ മർഹൂം താജുൽ ശരീഅ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഉസ്താദ് അവർകളുടേത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് കൂടുതൽ കൂടുതൽ പദവി നൽകുമ്പോൾ, ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥാനമാനങ്ങൾ നൽകുമ്പോൾ അല്ലാഹുവിനെ കുറിച്ച് ബോധമില്ലാതെ, അല്ലാഹു തന്നതാണ് എന്ന ചിന്തയില്ലാതെ ധിക്കാരിയായി പോകുന്ന ആളുകൾ ഉണ്ട്. അല്ലാഹുവാണ് യഥാർത്ഥത്തിൽ നൽകുന്നത് എന്ന ചിന്ത ഖൽബിന്റെ ഉള്ളിൽ ഇടം പിടിച്ചാൽ മനുഷ്യൻ തവാദു ഉള്ളവനാകും. അല്ലാഹുവിന്റെ വളരെ പാവപ്പെട്ട അടിമയാണെന്ന ബോധം ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഖൽബിൽ കയറിയാൽ അയാൾ എപ്പോഴും ഭൂമിയോളം ചെറുതായി ജീവിക്കാൻ ആഗ്രഹിക്കും. മറ്റുള്ളവരെല്ലാം തന്നേക്കാൾ മികച്ചവരാണെന്ന ഏറ്റവും ഉത്കൃഷ്ടമായ മനസ്സിന്റെ വിശാലത അദ്ദേഹത്തിൽ കുടിയേറും. അതേ സമയത്ത് നൽകപ്പെടുന്ന അനുഗ്രഹങ്ങളെല്ലാം തന്റെ കഴിവാണെന്നും ഞാനൊരു വലിയ സംഭവമാണെന്നും ഒരാൾക്ക് തോന്നിയാൽ അയാളുടെ ഇൽമു കൊണ്ട് ഫലമുണ്ടാകില്ല. അയാൾക്ക് കിട്ടിയ അധികാരം അദ്ദേഹത്തിന് ഉപകാരപ്പെടില്ല, അത് സമൂഹത്തിന് ഉപകാരപ്പെടില്ല. അതേ സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിച്ചു, മൻ തവാദഅ ലില്ലാഹി റഫഅഹു അല്ലാഹ്. അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി, അല്ലാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഒരാൾ താഴ്മ കാണിച്ചാൽ റഫഅഹു അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വാനോളം ഉയർത്തുന്നതാണ്. എത്രമാത്രം ഒരാൾക്ക് സ്ഥാനം ലഭിക്കുമോ, എത്രമാത്രം ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പവർ കൊടുക്കുമോ, ആ ഘനമനുസരിച്ച് അദ്ദേഹം ഭൂമിയോളം താഴുകയാണ്. കാരണം ഖൽബ് മുഴുവനും അല്ലാഹുവിനെ കുറിച്ചുള്ള വിചാരമാണ്. റസാനത്തുൽ ഇൽമി മൻ കാനത് തുസഖിലുഹു യംശി ബിഹാ ഖാദിഅൻ മിഖ്ദാർ അഫ്ഖാലി വയസ്ജുദുൽ ഗുസ്നു ബിൽ അസ്മാരി ഇദ് ഹമലത് അസ്ജാറുഹു ദാലിയം മിൻ ബഅദി ഇദ്ലാലി. റസാനത്തിന്റെ തുടക്കത്തിൽ മഹാനവറുകൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഇൽമാകുന്ന വലിയ ഫലം നിങ്ങൾ കാണുന്നില്ലേ? മരത്തിന്റെ മേലെ കൂടുതൽ ഫലങ്ങളുണ്ടായാൽ
മാങ്ങ ധാരാളമായി പിടിക്കുന്ന മാവിന്റെ കൊമ്പുകൾ ആ മാങ്ങയുടെ കനമനുസരിച്ച് താഴ്ന്നു താഴ്ന്നു നിൽക്കുകയാണ്. അതേ സമയത്ത് മാങ്ങയില്ലാത്ത ഫലമില്ലാത്ത കൊമ്പുകൾ തല ഉയർത്തി കിബറോടെ നിൽക്കുകയാണ്. അറിവുള്ള മഹാന്മാർ അവരുടെ അറിവിന്റെ പാണ്ഡിത്യത്തിന്റെ വലിപ്പമനുസരിച്ച്, അവരുടെ ഇൽമിന്റെ വലിപ്പവും ഖനവുമനുസരിച്ച് അവർ ഭൂമിയോളം താഴ്ന്ന് 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 ജീവിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അടുത്ത കാലത്ത് ജീവിച്ച മഹാന്മാരുടെ കൂട്ടത്തിൽ ഇൽമു കൊണ്ട് ഒരാളുടെ ശിരസ് താഴ്ന്നു പോകുമെങ്കിൽ, ഇൽമു എത്രമാത്രം ഇൽമു കിട്ടുമോ അത്രമാത്രം മനുഷ്യൻ വിനയാന്വിതനാകുമെങ്കിൽ, ഒരു മനുഷ്യന്റെ തലയും മുഖവും മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ത്തിക്കൊടുക്കുമെങ്കിൽ അതിനേറ്റവും മികച്ച ഉദാഹരണമാണ് ശൈഖുനാ താജുശ് ശരീഅ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അതിരറ്റ ഖൽബിന്റെ ഉള്ളിലുള്ള ഏറെ ആദരവുള്ള മഹബ്ബത്തും സ്നേഹവും ഇഷ്ടവും ഇഷ്കും തന്റെ ഉച്ചാരണത്തിൽ തന്റെ നാവിലൂടെ പുറത്തു വരുമ്പോൾ ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് സാധാരണഗതിയിൽ സാഹിത്യ ഭാഷ ഉപയോഗിക്കാത്ത മഹാനായ ഉസ്താദ് അവറുകൾ, വാചാലമായി പ്രഭാഷണം നടത്താത്ത ഉസ്താദ് അവറുകൾ, വാചാലമായി പാട്ടുപാടാത്ത ഉസ്താദ് അവറുകൾ, ആകർഷിക്കുന്ന ശൈലിയിൽ ഘനഗംഭീര്യമായ പ്രഭാഷണം നടത്തിയിട്ട് നമ്മളാരും കേട്ടിട്ടില്ലാത്ത മഹാനായ ഉസ്താദ് അവറുകൾ തനി നാടൻ ശൈലിയിൽ പഴമയുടെ പുതുമയോടെ കൽബ് തട്ടിക്കൊണ്ട് അവിടുത്തെ കൽബിൽ നിന്ന് ആ പരിശുദ്ധമായ വാചകം പുറത്തു വരുമ്പോൾ, സഹോദരങ്ങളെ, അത് കേൾക്കുന്നവരുടെ ഹൃദയത്തിലാണത് പതിക്കുന്നത്, കേൾക്കുന്നവരുടെ ഹൃദയത്തിലാണ് അതിന് സ്ഥാനമുള്ളത്. പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് നമ്മൾ പറയുമ്പോൾ അത് ചിലപ്പോൾ ഏച്ചുകൂട്ടി പറയുന്നത് പോലെയുണ്ട്, അത് ചിലപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് കേട്ടു പറയുന്നത് പോലെ മുഴച്ചു നിൽക്കുന്നുണ്ട്. അതേ സമയത്ത് മഹാനായ ശൈഖുനാ ഉസ്താദ് അവറുകളിൽ നിന്ന് ആ കലിമത്ത് വരുമ്പോൾ അത് ഉസ്താദ് അവറുകളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വാചകമാണെന്ന് അവിടുത്തെ തൊണ്ടയടറിക്കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ അവിടുത്തെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ നിന്നാണ് ആ കലിമത്തുകൾ പുറത്തേക്ക് നിർഗളിക്കുന്നതെന്ന് കേട്ടിരിക്കുന്ന ഏതൊരു ശ്രോതാവിന്റെയും കൽബിൽ അതിനിടമുണ്ടാകുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാവുന്നതാണ്. അൽഹംദുലില്ലാഹ്, ജീവിതത്തിൽ അല്ലാഹുവിന് വേണ്ടി ജീവിച്ചു മഹാനവറുകൾ. അല്ലാഹുവിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പേടിച്ചു ജീവിച്ചു മഹാനവറുകൾ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടം വെച്ചു മഹാനവറുകൾ. അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചു ഉസ്താദ് അവറുകൾ. അല്ലാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പറയുന്നവരെ ഏറെ കൽബിൽ കൊണ്ടു നടന്നു മഹാനവറുകൾ. വലിയ വലിയ ഉസ്താദുമാരോട് കാണിക്കുന്ന അദബ് സുബ്ഹാന ജല്ല ജലാലു. വലിയ വലിയ ഉസ്താദുമാരെ കുറിച്ച് പറയുമ്പോൾ, ശംസുൽ ഉലമയെ കുറിച്ച് പറയുമ്പോ, ആദരണീയരായ കോട്ടുമല ഉസ്താദിനെ കുറിച്ച് പറയുമ്പോ, തന്റെ ജീവിതത്തിൽ ഗതി നിർണയിച്ച മഹാന്മാരായ ഉസ്താദുമാരെ കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ ഭാഷയും അവിടുത്തെ പ്രത്യേകതയും ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. മഹാനായ സുൽത്താനുൽ ഉലമ ഹഫിളഹുല്ലാഹു വറഅ ഉസ്താദ് അവറുകളുടെ താജുശ് ശരീഅ വഫാത്തായപ്പോഴുണ്ടായ ഉസ്താദ് അവറുകളുടെ ചെറിയ എഴുത്തിന്റെ ഉസ്താദ് അവറുകൾ അന്ന് ശൈഖുനയെ കുറിച്ച് എഴുതിയത് ഇന്നും സോഷ്യൽ മീഡിയയിൽ സജീവമായി ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കലിമത്തുകളുണ്ട്. മഹാനായ ഉസ്താദ് അവറുകൾ 1974 സമസ്തയിൽ മുശാവറ മെമ്പറായി ശൈഖുനാ സുൽത്താനുൽ ഉലമ ഹഫിളഹുല്ലാഹ് ഉസ്താദ് അവറുകൾ വരുന്നതിന് മുന്നേ ഉള്ള ആളാണ് മഹാനായ താജുശ് ശരീഅ.
ആ ഉസ്താദ് അവർകളെ പഴയ കാലത്തെ ഉള്ള പരിചയം പറഞ്ഞിട്ട് ശൈഖുനാ സുൽത്താനുൽ ഉലമ പറയുന്നുണ്ട്, എപ്പോഴും ഒന്നിച്ച് നടക്കുമ്പോൾ മുന്നിൽ നടക്കാൻ വേണ്ടി എത്ര നിർബന്ധിച്ചാലും മഹാനായ താജുശ്ശരീഅ മുമ്പിൽ കയറി നടക്കുമായിരുന്നില്ല. മഹാനായ താജുശ്ശരീഅയുടെ പ്രഭാഷണത്തിന്റെ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ്. മഹാനായ സുൽത്താനുൽ ഉലമ അടക്കമുള്ള പണ്ഡിതന്മാരെ കുറിച്ച് വളരെ ആദരവോടെ ബഹുമാനത്തോടെ അവരെന്തു പറയുന്നു അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കണമെന്നും അവരെ നമ്മൾ അക്ഷരം പ്രതി അനുസരിക്കണമെന്നും അവരൊക്കെ വലിയ മഹാന്മാരാണെന്നും മഹാനായ ഉസ്താദ് അവർകൾ തന്റെ പ്രഭാഷണങ്ങളിൽ സൂചിപ്പിക്കുന്നത് ആകെ കിട്ടുന്ന ചെറിയ സമയങ്ങളിൽ തന്നെ അടുത്തറിയുന്നവരോടും തന്റെ അടുക്കലേക്ക് വരുന്നവരോടുമൊക്കെ ഉസ്താദ് അവർകൾ സൂചിപ്പിക്കുന്നതും അൽഹംദുലില്ലാഹ് ആ മഹാന്മാരായ ഉസ്താദുമാരോടുള്ള അളവറ്റ സ്നേഹവും ബഹുമാനവും ആദരവും നിലനിർത്തുന്നതോടുകൂടി തന്നെ ചെറിയ മുതഅല്ലിമുകളോട് പോലും വളരെ ചെറിയ തന്നേക്കാൾ ഒരു നിലക്കും തന്റെ അടുക്കൽ ഇരിക്കാൻ സാധാരണഗതിയിൽ അർഹതയില്ലാത്ത ആളുകളോട് പോലും തന്റെ അടുക്കലേക്ക് ചേർത്തിയിരുത്തിയിട്ട് സ്നേഹം കൊടുത്ത മഹാനായ താജുശ്ശരീഅ അൽഹംദുലില്ലാഹ് അവരെ കാലത്തൊരൽപകാലം ജീവിക്കാനും അവരെ കാണാനും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ കൈയൊന്ന് പിടിക്കാനും ഒന്ന് ചുംബിക്കാനും നമ്മുടെ ചുണ്ടോട് ചേർത്ത് വെക്കാനും അവിടുത്തെ ഉപദേശങ്ങൾ കേൾക്കാനും ഭാഗ്യം കിട്ടിയ നമ്മൾ അൽഹംദുലില്ലാഹ് സന്തോഷിക്കുകയാണ്. കാരണം എന്തുകൊണ്ട്? പ്രൗഢിക്ക് വേണ്ടിയോ പ്രതാപത്തിന് വേണ്ടിയോ പൊങ്ങച്ചത്തിന് വേണ്ടിയോ മഹാനായ ഉസ്താദ് അവർകൾ ജീവിച്ചിട്ടില്ല, ഇഷ്ടപ്പെട്ടിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല, ആരെയും വേണ്ടാതെ പുകഴ്ത്തിയിട്ടുമില്ല, ഒരാളെയും തന്റെ നാവുകൊണ്ട് നിന്ദിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുമില്ല. ആകയാൽ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിന് നമ്മുടെ മുന്നിൽ ജീവിച്ച് കാണിച്ചു തന്ന ഏറ്റവും വലിയ ശരീഅത്തിന്റെ കിരീടമാണ് മഹാനായ താജുശ്ശരീഅ ഉസ്താദ് അവർകൾ. അല്ലാഹുവേ അവിടുത്തെ ദറജയേറ്റി അവിടുത്തെ പൊരുത്തവും പിടുത്തവും മദതും തർബിയത്തും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഉസ്താദ് അവർകളുടെ ജീവിതത്തിൽ അൽഹംദുലില്ലാഹ് പൊതുവേ മുതഅല്ലിമീങ്ങള് പാവപ്പെട്ട കുടുംബത്തിലുള്ള ആളുകളാണ് പഠിക്കാൻ വേണ്ടി പോവുക. പൊതുവേ അങ്ങനെയാണ്. പഴയ കാലത്താണെങ്കിൽ ഇപ്പൊ പിന്നെയും മാറ്റങ്ങളുണ്ട്. അല്ലാഹു തആല നമുക്കൊക്കെ ഖൈറായ മുന്നേറ്റങ്ങൾ അല്ലാഹു നൽകട്ടെ. മതഭൗതിക സമന്വയ വിദ്യാഭ്യാസങ്ങൾ തുടങ്ങിയപ്പോൾ അത്യാവശ്യം സാമ്പത്തിക ശേഷിയുള്ള ആളുകളും ദഅവാ കോളേജിലൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട്. ലക്ഷ്യങ്ങൾ മാറിപ്പോകാതിരിക്കൽ ഓരോ മാതാപിതാക്കളുടെയും ഹൃദയത്തിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ്. മോൻ അവിടെ പോയി പഠിച്ചിട്ട് PGയും മതവിദ്യാഭ്യാസവും ഒക്കെ നേടിയാൽ ഗൾഫിൽ നല്ല സ്കോപ്പ് ഉണ്ട്, ഭാഷകൾ പഠിച്ചാൽ ഉഷാറായി നല്ല ശമ്പളം കിട്ടും. ആ നിയത്തോടെ പഠിക്കാൻ പോയാൽ അള്ളാന്റെ വജ്ഹല്ലാത്തതിന് പഠിച്ചതിന്റെ അനർത്ഥങ്ങൾ ഉമ്മത്ത് അനുഭവിക്കേണ്ടി വരും. അതേ സമയത്ത് അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി പഠിക്കുന്ന കുട്ടിക്ക് മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ഇന്നത്തെ കാലത്തേറി വരികയാണ്. നമ്മുടെ സ്ഥാപനങ്ങൾ ലത്തീഫി അടക്കമുള്ള ഉസ്താദ് അവരുടെ സ്ഥാപനങ്ങൾ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും അൽഹംദുലില്ലാഹ് ആ വിഷയത്തിലേറെ മുന്നിൽ നിൽക്കുകയുമാണ്. ഞാൻ പറഞ്ഞത് നമ്മുടെ മക്കളെയൊക്കെയും മതഭൗതികമായ ധാർമ്മികമായ വിദ്യാഭ്യാസത്തിലൂടെ വളർത്തേണ്ടത് വളരെ കാലികമായി ആവശ്യമുള്ള സംഗതിയുമാണ്. 25 വയസ്സുള്ള മകനാണ്. ആ മകന്റെ പേര് മുഹമ്മദ് എന്നാണ്. ഉമ്മയുടെ കഴുത്തറുത്തു കൊന്നത് 10 ദിവസമേ ആയിട്ടുള്ളൂ. കേരളക്കരയിലാണ്. 24 വയസ്സുള്ള മകനാണ്. സൈനബ എന്ന ക്യാൻസർ രോഗിയായ ഉമ്മയുടെ കഴുത്തറുത്തു കൊന്നത് അതും സാക്ഷര കേരളത്തിലാണ്. ആ മകൻ നാട്ടുകാരോട് പറഞ്ഞത്, എന്നെ പെറ്റ് പോറ്റിയതിന്റെ എന്നെ വളർത്തിയതിന്റെ ശിക്ഷയാണ് ഉമ്മക്ക് കൊടുത്തത് എന്നാണ്. നഊദു ബില്ലാഹ്. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, ഗുരുനാഥന്മാരെ ആദരിക്കുന്ന, അയൽവാസികളോട് കടപ്പാട് വീട്ടുന്ന, കൂട്ടുകാരോട് ഇഷ്ടം കൂടുന്ന, നന്മയിൽ പരസ്പരം സഹകരിക്കുന്ന, തിന്മയിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പിനാവശ്യമായ ഇടപെടലുകളാണ്
മഹാനായ താജുശ്ശേരിയ ഉസ്താദ് അവർകൾ അടക്കമുള്ള മഹാന്മാരായ നമ്മുടെ നേതാക്കന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ പ്രസ്ഥാനവും അതിന്റെ കീഴ്ഘടകങ്ങളും നമ്മുടെ എല്ലാ സംവിധാനങ്ങളും കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്കും നമ്മുടെ തലമുറക്കും നമ്മുടെ പരമ്പര ഖിയാമത്ത് നാൾ വരെ നല്ല മതബോധമുള്ള ധാർമ്മിക ബോധമുള്ള മക്കളാക്കി അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. ആദരിക്കേണ്ടതിനെ ആദരിക്കുക, ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കുക, നിന്ദിക്കേണ്ടതിനെ നിന്ദിക്കുക. തഅലീമു മാ അല്ലമല്ലാഹ് വതഹ്ഖീറു മാ ഹഖറല്ലാഹ്. മഹാനായ ഉസ്താദ് അവറുകളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഉസ്താദ് അവറുകളെ പോലെ ഈ വിഷയത്തിന് ഉദാഹരിക്കാൻ പറ്റുന്ന ഒരാളെ കാണൽ വളരെ പ്രയാസമാണ്. എത്ര ചെറിയ മുതഅല്ലിമാണെങ്കിലും അല്ലാഹു അവിടുത്തെ ദറജയേറ്റി കൊടുക്കട്ടെ. ഒരിക്കൽ മുഹറം മാസത്തില് നമ്മുടെ പാത്തൂർ സഖാഫി ഉസ്താദ് ഷിറിയയില് ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൽ ദിക്ർ ഹൽഖക്ക് ഒരു വഅദിന് വിളിച്ചു. സാധുവായ ഞാൻ വന്നു. എന്നോട് പറഞ്ഞു, ഉസ്താദ് അവർകൾ ലാസ്റ്റാണ് വീട്ടിൽ നിന്ന് വരിക, ദിക്ർ തുടങ്ങാനാകുമ്പോഴാണ് ഉസ്താദ് വരിക. വഅദ് കഴിഞ്ഞു, ഉസ്താദ് അവർകൾ സ്റ്റേജിലെത്തി. ഉസ്താദ് അവർകളോട് കൈപിടിച്ച് എന്നോട് സംഘാടകര് പറഞ്ഞതനുസരിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി റൂമിലേക്ക് വന്നു. ഞാൻ തിരിച്ച് ഉസ്താദ് അവരുടെ ബാക്കിൽ ദുആ കഴിഞ്ഞിട്ട് പോകാമെന്ന നിലക്ക് ഉസ്താദിന്റെ ബാക്കിൽ സ്റ്റേജിൽ വന്നിരുന്നു. നേരത്തെ ഉസ്താദ് അവറുകൾ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ദൂരെ പോണ്ടല്ലേ, നിങ്ങൾക്ക് പോകാം. അതൊരു ഖൽബിൽ നിന്നുള്ള വാക്കാണ്. ഏതു മനുഷ്യനും എന്റെ ദുആ എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ പോയാൽ മതി എന്ന് പറയലാണ് പൊതുവേ ഒരു ശൈലി. മഹാനായ ഉസ്താദ് അവറുകൾ നിങ്ങൾക്ക് ദൂരെ പോണ്ടേ, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് സമ്മതം തന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെ ചെരുപ്പിനോളം അല്ലെങ്കിൽ ചെരുപ്പിന്റെ അടിയിലുള്ള മണ്ണിനോളം വിലയില്ലാത്ത ഉസ്താദ് അവരുടെ മുമ്പിൽ വന്നിട്ട് വഅദ് പറയാൻ അവിടുത്തെ പൊരുത്തം കൊണ്ട് ഭാഗ്യം കിട്ടിയ ഒരു സാധു മിസ്കീനായതുകൊണ്ട് തന്നെ ഉസ്താദിന്റെ ദുആയിലിരിക്കാൻ ഏറെ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദുആയിൽ ഉസ്താദിന്റെ പിന്നിൽ വന്നിരുന്നു. ഉസ്താദ് ഇങ്ങനെ ദുആരക്കാണ്. ഇപ്പൊ നേരത്തെ ശൈഖുന വന്നിവിടെ റൂമിൽ വിശ്രമിക്കുമായിരുന്നു വഅദ് കേട്ടുകൊണ്ട്. ഉസ്താദ് അവർകൾ ദുആയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വാക്ക്. അല്ലാഹ് ഉസ്താദിന്റെ വഅദ് കേട്ടിട്ട് സാധു എന്നെ കുറിച്ച് പറഞ്ഞതാണ്. വഅദ് കേട്ടിട്ട് നമ്മൾ കുറെ കരഞ്ഞു, അല്ലാഹ് എനിക്ക് വേണ്ടി കുറെ ദ്വാരക്കാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഞാനാകെ വല്ലാത്തൊരു മൂഡിലായി. എന്റെ കൽവി ഇങ്ങനെ കത്തി. ഞാൻ മെല്ലെ ദുആ കഴിഞ്ഞപ്പോൾ മഹാനായ ശൈഖുന ഉസ്താദ് അവർകൾ അടുക്കൽ പോയി കൈപിടിച്ച് ചുംബിച്ചു. എന്റെ കണ്ണ് നിറഞ്ഞപ്പോൾ ഉസ്താദ് അവർകൾ എന്നോട് ചോദിക്കുകയാണ് ചിരിച്ചുകൊണ്ട്, നിങ്ങൾ പോയിട്ടില്ലേ? നിങ്ങൾ പോയി എന്നാ ഞാൻ വിചാരിച്ചത്. ഒരാൾ പ്രസംഗിച്ചിട്ട് പോയാൽ മുന്നിലുള്ള ഒരാളുടെ അവസ്ഥ പറയുന്നത് പോലെയല്ല. ശേഷമുള്ള ഒരാൾ വലിയ പണ്ഡിതനല്ല, കാണാത്ത ഒരാൾ വലിയ പണ്ഡിതനല്ല, വലിയ ആലിമല്ല, വലിയ വഅദ് പറയുന്ന ആളല്ല. ഞാനൊരു ചെറിയ മുതഅല്ലിമാണ്. ഉസ്താദ് അവറുകളുടെ വിനയത്തിന്റെയും അവിടുത്തെ മഹാത്മ്യം സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഉസ്താദ് അവർകൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ അടുത്ത മാസം കൂടി വഅദിന് വരണം. സഫർ മാസത്തിലെ വഅദിനും സാധുവായി ഞാനിവിടെ വന്നു. ഉസ്താദ് അവർകളുടെ മുമ്പിൽ നിന്നൊരൽപ്പം സംസാരിക്കാൻ അള്ളാഹു അവസരം നൽകിയതെല്ലാം അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ പറഞ്ഞത് മഹാനായ ഉസ്താദ് അവറുകളോട് ഞാൻ പറഞ്ഞു, ഉസ്താദേ, ഞാൻ അടുത്ത ആഴ്ച ഉംറക്ക് പോവുകയാണ്. ആ ഉംറയും കഴിഞ്ഞ് സഫർ മാസത്തിൽ ഉംറ കഴിഞ്ഞിട്ട് റബീഉൽ അവ്വലിന്റെ മുന്നിൽ ഞാൻ തിരിച്ചെത്തിയപ്പോൾ മഞ്ചേശ്വരത്തിന്റെ അടുത്തൊരു പരിപാടിയിൽ എനിക്ക് വഅദുണ്ടായിരുന്നു. ഉസ്താദ് അവറുകളാണ് ഉദ്ഘാടനവും ദുആയും. ഭക്ഷണം കഴിക്കാനുള്ള വീട്ടിലെത്തിയപ്പോൾ ഉസ്താദ് അവറുകൾ ഒരു 5 മിനിറ്റ് മുമ്പേ അവിടെ എത്തിയിട്ട് വിശ്രമിക്കുകയാണ്. സാധുവായി ഞാൻ ഒരൽപ്പം താമസിച്ചു പോയല്ലോ എന്നുള്ള വേദനയിൽ പേടിയിൽ ഉസ്താദ് എത്തുന്നതിന് മുമ്പേ എത്തലാണല്ലോ ഒരു അദബ്. പക്ഷേ ഒരൽപ്പം താമസിച്ചു പോയതിന്റെ വേദനയിൽ ബേജാറിൽ ഉസ്താദിന്റെ കൈപിടിച്ച് ചുംബിച്ചപ്പോൾ ഉസ്താദ് അവർകൾ ചോദിച്ചു, നിങ്ങൾ ഉംറ കഴിഞ്ഞിട്ട് വന്നതല്ലേ? ഉംറ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഉസ്താദെ പോയിട്ട് വന്നിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. സുബ്ഹാന ജല്ല ജലാലു. എന്റെ കാതിങ്ങനെ 2 കൈ കൊണ്ടും ചേർത്ത് പിടിച്ചിട്ട്
മഹാനായ ഉസ്താദ് അവർകൾ കസേരയിൽ നിന്ന് എഴുന്നേക്കാൻ നോക്കിയപ്പോ ഞാൻ മെല്ലെ അവിടുന്ന് കുനിഞ്ഞു. ഉസ്താദ് അവർകൾ എന്നോട് പറയാണ്, നിങ്ങളെ നെറ്റി ഹറമിൽ സുജൂദ് ചെയ്ത നെറ്റിയല്ലേ, ഞാൻ ആ നെറ്റിയിലൊന്ന് ചുംബിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് അവർകൾ നെറ്റിയിൽ ചുംബിക്കുകയാണ്. ഞാൻ ആകെ പാതാളം വരെ, ഭൂമിയുടെ അടിവരെ താഴ്ന്നു പോയ സമയമാണ്. ഞാൻ പറയുന്നത് ഒരു ചെറിയ മുതഅല്ലിമായ, വളരെ നിസ്സാരക്കാരനായ ഒരാളോട് ഉസ്താദ് അവർകൾ, ഇൽമിന്റെ ഏറ്റവും വലിയ ഗിരിയിൽ നിൽക്കുന്ന ഒരാൾ, റസാനത്തുൽ ഇൽമി മൻ കാനത് തുസഖിലുഹു യംശി ബിഹാ ഖാലിയം മിഖ്ദാര അഫ്ഖാലി. എത്രമാത്രം ഇൽമിന് കനമുണ്ടോ, എത്രമാത്രം ആ ഇൽമിന് പവറുണ്ടോ, അത്രയും ആ കൊമ്പുകൾ താഴ്ന്നു നിൽക്കുമെന്ന് പറഞ്ഞതുപോലെ ഉസ്താദ് അവറുകൾ അങ്ങ് താണപ്പോ നമ്മൾ ആ ഭൂമിയുടെ അടിവരെ താഴ്ന്നതുപോലെയായി. ഞാനിങ്ങനെ ആലോചിച്ചു, അല്ലാഹ്, ഉസ്താദ് അവറുകൾ ഹറമ് കാണാത്ത ആളല്ലല്ലോ, ഉസ്താദ് അവറുകൾ ഹറമ് കാണാത്ത ആളല്ലല്ലോ, ഉസ്താദ് അവറുകൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗള കാണാത്ത ആളല്ലല്ലോ. എത്രയോ തവണ ഉസ്താദ് അവറുകൾ, മഹാനായ ശൈഖുനാ ഉസ്താദ് അവറുകൾ, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്രയോ തവണ ധാരാളം കമാലിയത്തോടെ കണ്ടിട്ടുണ്ട് എന്ന് മഹാനായ ഉസ്താദ് അവറുകളുടെ നാവിൽ നിന്ന് തന്നെ നമ്മൾ എത്ര കേട്ടതാണ്. ആ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ ബഹുമാനം നൽകിയ ശൈഖുനാ, മൻ റആ വജ്ഹക യസ്അദ് യാ കരീമൽ വാലിദൈനി حوضك صافي المبرد بردنا يوم النشور. ഹൃദയത്തിൽ നിന്നൊരു സലാം, ഖൽബിന്റെ അടിത്തട്ടുന്നൊരു സലാം, താജുശ്ശരിയയുടെ പരിശുദ്ധമായ ഹളറത്തിൽ നിന്ന് പുണ്യ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ഹുജറത്തു ശരീഫിലേക്ക്, യാ നബി സലാം അലൈക്കും ചൊല്ല്, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് അവിടത്തെ ഏറെ മഹബത്ത് വെച്ച നമ്മുടെ എല്ലാവരുടെയും അഭിമന്യരായ ഗുരുവര്യന്മാരുടെ ഗുരുവായ താജുശ്ശരിയുടെ ഹളറത്തിൽ നിന്ന് ചൊല്ലിയ ഈ സ്വലാത്തും ഈ സലാമും ഈ മദ്ഹും ഹളറത്തിലേക്ക്, മുത്തുനബിയിലേക്ക് ഏറെ ആദരവുള്ള തഹിയ്യത്താക്കണേ അല്ലാഹ്. തങ്ങൾ പരിഗണിക്കുന്നവരിൽ, തങ്ങൾ സ്വീകരിക്കുന്നവരിൽ, തങ്ങൾ ചേർത്തു പിടിക്കുന്നവരിൽ, തങ്ങൾ സലാം മടക്കുന്നവരിൽ ഞങ്ങളെ ഒന്ന് മഹാനായ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് ഉൾപ്പെടുത്തി തരണേ അല്ലാഹ്. അവിടുത്തെയും അവിടുത്തെ ഉസ്താദുമാരുടെ ഒക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. 1935 ജനിച്ച മഹാനായ ശൈഖുനാ ഉസ്താദ് അവറുകൾ 1960 ഹജ്ജിനെത്തിയപ്പോൾ, ഞാൻ പറഞ്ഞു, ഉസ്താദ് അവറുകൾ ഹറമ് കാണാത്ത ആളല്ല, ഹറമിൽ സുജൂദ് ചെയ്യാത്ത ആളല്ല. 1960 25-ാമത്തെ വയസ്സിൽ ഹറമിലെത്തിയപ്പോൾ, മാതാപിതാക്കളുടെ കൂടെ ഹജ്ജിനെത്തിയപ്പോൾ, അന്ന് രാജാവും പരിവാരങ്ങളും കൂടി കഅബ കഴുകാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കയറുമ്പോൾ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരനായ സുമുഖനായ, കണ്ടാൽ തന്നെ നല്ല മൊഞ്ചുള്ള ഉസ്താദ് അവറുകൾ, അല്ലാഹുവേ അവിടുത്തെ ദർജ ഏറ്റിക്കൊടുക്കണേ അല്ലാഹ്. തവാഫ് ചെയ്യുമ്പോഴാണ് രാജാവും പരിവാരങ്ങളും കഅബാലയം തുറന്നിട്ട് ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് കണ്ടത്. മഹാനായ ഉസ്താദ് അവറുകൾ ആ കൂട്ടത്തിൽ കഅബയുടെ ഉള്ളിലേക്ക് കയറി. അൽഹംദുലില്ലാഹ്, കഅബയുടെ ഹറമിൽ സുജൂദ് ചെയ്ത നെറ്റിയിലാണ് ഉസ്താദ് ചുംബിച്ചത്. എന്റെ ചിന്ത പോയത്, അല്ലാഹ്, ഉസ്താദ് അവറുകൾ ഹറമിന്റെ പരിസരത്തല്ല സുജൂദ് ചെയ്തത്,
കഅബാലയത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് ധാരാളം റക്അത്തുകൾ നിസ്കരിച്ചപ്പോൾ രാജാവും പരിവാരങ്ങളെല്ലാം തിരിച്ചിറങ്ങിയപ്പോൾ ഇറങ്ങിയിട്ട് കഅബാലയത്തിലേക്ക് കയറാനുള്ള കൂണിപ്പടി മാറ്റിവെച്ചതിന് ശേഷമാണ് ഉസ്താദ് അവർകൾ തന്റെ റബ്ബും തമ്മിലുള്ള മുനാജാത്ത് തീർന്നത്, നിസ്കാരം തീർന്നത്. അവസാനം കാവൽ നിൽക്കുന്ന പോലീസുകാരന്റെ തോളത്ത് ചവിട്ടിയിട്ടാണ് മഹാനായ ഉസ്താദ് അവർകൾ 25 വയസ്സിൽ കഅബാലയത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങുന്നത്. താജുശ് ശരീഅ ഉസ്താദ് അവർകളുടെ പുസ്തകത്തിൽ നിങ്ങൾക്ക് ഇത് വായിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞത് ഉസ്താദ് അവർകൾ സുജൂദ് ചെയ്തത് കഅബയുടെ പുറത്ത് മത്വാഫിലല്ല, ഹറമിന്റെ ഉള്ളിലല്ല. അവിടെ ധാരാളം സുജൂദ് ചെയ്ത മഹാനായ ശൈഖുന ഉസ്താദ് അവർകൾ കഅബാലയത്തിന്റെ ഉള്ളിൽ തന്നെ സുജൂദ് ചെയ്യാനും ദീർഘനേരം അവിടെ നിന്ന് നിസ്കരിക്കാനും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ ഭാഗ്യം കൊടുത്ത മഹാനാണ് താജുശ് ശരീഅ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആ ഉസ്താദ് അവർകളാണ് ഉംറക്ക് പോയി വന്ന ഒരു ലോക്കലിന്റെ നെറ്റിയിൽ ചുംബിക്കുന്നത്. ഞാൻ പറയുന്നത് മൻ തവാലഅ ലില്ലാഹി റഫഅഹുല്ലാഹ്. അള്ളാഹുവിന് വേണ്ടി ഒരാൾ താഴ്മ കാണിച്ചാൽ, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി പൊങ്ങച്ചത്തിന് വേണ്ടിയല്ല, ഞാൻ താഴ്മ ചെയ്യുന്ന ആളാണെന്ന് നാട്ടുകാരെല്ലാം വിചാരിക്കട്ടെ എന്ന് കരുതിയിട്ടല്ല, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി ഒരാൾ താഴ്മ കാണിച്ചാൽ അള്ളാഹു വാനോളം അവരെ ഉയർത്തുമെന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ ഏറെ നേരെയുള്ള ചിത്രമാണ് മഹാനായ താജുശ് ശരീഅ. അല്ലാഹു അവിടുത്തെ ദറജയേറ്റി കൊടുക്കട്ടെ. ആ ഉസ്താദ് അവർകൾ, മഹാനായ താജുശ് ശരീഅ ഉസ്താദ് അവർകൾ, ഞാൻ പറഞ്ഞത് എല്ലാ ചെറിയ മക്കളോടും മുതഅല്ലിമീങ്ങളോട് വരെ ഉസ്താദ് അവർകൾ വലിയ സ്നേഹം. ഉസ്താദുമാരെ പഠിപ്പിച്ച ഉസ്താദുമാരോട് അതിനേക്കാൾ വലിയ മഹബത്ത്. ഉസ്താദിന്റെ മകൻ അബൂബക്കർ ഉസ്താദ് ഒരിക്കൽ എന്നോട് പറഞ്ഞു, അല്ലാഹു തആല മഹാനായ ശൈഖുനന്റെ ദറജ ഏറ്റി കൊടുക്കട്ടെ. അവിടുത്തെ മദദ് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ ചുരിച്ചു തരട്ടെ. അവിടുത്തെ തർബിയത്തിൽ ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. വലിയ വലിയ മഹാന്മാരായ ഉസ്താദ് അവരാക്കി തീർക്കാൻ വേണ്ടി അല്ലാഹു തആല തെരഞ്ഞെടുത്ത ഉസ്താദുമാർ. ഒരിക്കൽ അബൂബക്കർ ഉസ്താദ് പറഞ്ഞു, ഈ വീടിന്റെ ഒരു പുനരുദ്ധാരണം നടക്കുകയാണ്. അപ്പൊ അവിടെ സിറ്റ് ഔട്ടിന്റെ ഭാഗത്തൊരു ബാത്റൂം നിർമ്മിക്കാൻ വേണ്ടി എല്ലാവരും കൂടി തീരുമാനിച്ചു. ഉസ്താദ് അവർകൾ ആ സമയത്തില്ല. വന്നു നോക്കുമ്പോ ഇവിടെ അതിന്റെ പണി തുടങ്ങി, തറകെട്ടിയിട്ടുണ്ട്. മഹാനായ ഉസ്താദ് അവർകൾ പറഞ്ഞു, ഇവിടെ അത് ശരിയാകൂല, അതെന്തായാലും പൊളിക്കണം. അപ്പൊ പിന്നെ മക്കളെല്ലാരും കൂടി ഉപ്പയോടുള്ള സ്നേഹപൂർവമായ ഒരു സംസാരവും ഒരു സംഭാഷണം, ഒരു സംവാദമൊക്കെ ഉണ്ടാവുമല്ലോ. അവര് പറഞ്ഞു, ഇവിടെ തന്നെയല്ലേ അതിന് നല്ലത്, ഇവിടെ അല്ലേ പറ്റുക. ഉസ്താദ് അവർകൾ പറഞ്ഞു, ഒരു കാരണവശാൽ ഇവിടെ പറ്റൂല. കാരണം പറയണില്ല, ഇവിടെ പറ്റൂല എന്ന് ഉസ്താദ് ഉറപ്പിച്ച് പറയാണ്. പിന്നെയും മക്കൾ കുറെ തർക്കിച്ച് നോക്കി. ഏതായാലും ഉസ്താദിന്റെ തീരുമാനം അങ്ങനെ ആയതുകൊണ്ട് അവിടെ വേണ്ടാന്ന് മക്കള് തീരുമാനിച്ചു. പിന്നെയാണ് അറിഞ്ഞത്, പിന്നെയാണ് ഉസ്താദ് അവർകൾ പറയുന്നത്, തന്റെ ശൈഖും മുർഷിദുമായ കോട്ടുമല ഉസ്താദ് നവ്വറല്ലാഹു അലിഹ, മഹാനായ ഉസ്താദ് അവർകൾ ഇവിടെ വീട്ടിൽ വന്ന് വിശ്രമിക്കുമ്പോൾ, ചൂടുള്ള സമയത്ത്, എസിയും സംവിധാനമൊന്നും ഇല്ലാത്ത സമയത്ത് പുറത്തിറങ്ങിയിട്ട് ഇരിക്കുന്ന സ്ഥലമാണ് ബാത്റൂം നിർമ്മിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലം. അതുകൊണ്ട് ആ സ്ഥലത്ത് ഒരിക്കലും ബാത്റൂം വേണ്ട, ഇത് കോട്ടുമല ഉസ്താദ് ഇരുന്ന സ്ഥലമാണ് എന്നാണ് മഹാനായ ശൈഖുന പറയാതെ പറയുന്നത്. സുബ്ഹാന ജല്ല ജലാലു. അവിടുത്തെ ഉസ്താദുമാരോടുള്ള അളവറ്റ ആദരവിന്റെ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ് ഞാൻ.
മഹാന്മാരായ ഉസ്താദുമാരോട് അങ്ങേയറ്റത്തെ ബഹുമാനം ശൈഖുനാ ഉസ്താദ് അവർകൾ കാണിച്ചതിനാൽ അൽഹംദുലില്ലാ അവിടുത്തെ ശിഷ്യ പരമ്പരയിലും ആ എളിമത്തം കാണാവുന്നതാണ്. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല, മഹാനായ മജീദ് ഉസ്താദ് അടക്കം അൽഹംദുലില്ലാ ധാരാളം വലിയ വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, ഈ ഉമ്മത്തിന് ആയിരക്കണക്കിന് പണ്ഡിതന്മാരെ സമ്മാനിച്ച പ്രഗത്ഭരായ പണ്ഡിതന്മാർ, മഹാനായ ഉസ്താദ് അവർകളുടെ വിനയാന്വിതരായ ശിഷ്യരിൽ ചില ആളുകൾ മാത്രമാണ്. അൽഹംദുലില്ലാ ആകാശത്തോളം പരന്ന ഏറ്റവും വലിയ മഹത്വമുള്ള മഹാനവർകൾ ശൈഖുനാ ഉസ്താദ് അവർകൾ പറഞ്ഞുപോയി. എല്ലാ ഇമാം ഗസാലി തങ്ങൾ നമ്മുടെ അടുക്കലേക്ക് വരികയാണെങ്കിൽ القيوم لا تأخذه إلا بما شاء وصل. മഹാനായ ശൈഖുനാ ഉസ്താദ് അവർകളുടെ താഴ്മ, സ്വന്തം നഫ്സിനെ നിസാരമായി കാണുന്ന ഏറ്റവും വലിയ താഴ്മ. ഗസാലി ഇമാം വന്നാൽ എല്ലാവരും പോയി കൈപിടിക്കും, അലിക്കുഞ്ഞി പോകൂല, ഞാൻ പോകൂല. എന്താണ് പോകാത്തതിന്റെ കാരണം? ഗസാലി ഇമാം എന്ന് പറഞ്ഞ വലിയ മഹാനാണ്, വലിയ കുതുബാണ്, വലിയ മഹാനാണ്. നമ്മൾ പറയണ്ടല്ലോ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹിമഹുല്ലാഹ്. ആ വലിയ മഹാൻ വരികയാണെങ്കിൽ അലിക്കുഞ്ഞ് പോകൂല, ബാക്കിയുള്ളവരെല്ലാം പോയി കൈപിടിക്കും. എന്താണ് ഞാൻ പോകൂല എന്ന് പറയാൻ വേണ്ടി കാരണം? ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ്. എന്നെ നോക്കിയാൽ ഗസാലി ഇമാം ആട്ടി ഓടിക്കാൻ സാധ്യതയുണ്ട്. സുബ്ഹാന ജല്ല ജലാലു. ഒരാൾ അങ്ങനെ പറയണമെങ്കിൽ, കൽബ് തട്ടി പറയണമെങ്കിൽ, വെറുതെ മൈക്കിന്റെ മുമ്പെന്ന് പറയുന്നത് പോലെയല്ലല്ലോ. നമ്മളെ കൽബെല്ലാം അല്ലാഹു തആല നന്നാക്കി തരട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു ജീവിതത്തിൽ ഇഖ്ലാസ് പ്രദാനം ചെയ്യട്ടെ. ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല നമുക്ക് നാഫിയ ഇൽമ വർദ്ധിപ്പിച്ചു തരട്ടെ. സഹോദരങ്ങളെ, പൊങ്ങച്ചത്തിന് വേണ്ടി വാചക കസർത്ത് നടത്തുന്ന ആളല്ലല്ലോ ഉസ്താദ് അവർകൾ. വെറുതെ സംസാരിക്കുന്ന പ്രകൃതിയുമല്ലല്ലോ ഉസ്താദ് അവർകൾ. മഹാനായ ഉസ്താദ് അവർകൾ അവിടുത്തെ പ്രകൃതി പറഞ്ഞതാണ്. എല്ലാ ജനങ്ങളോടും എല്ലാവരോടും താൻ ഒരു ചെറിയവനാണെന്ന നിലയ്ക്ക് ഇടപഴകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ തൗഫീഖ് കൊടുത്ത മഹാനാണ് താജു ശരീഅ. അതുകൊണ്ട് തന്നെ മഹാനായ ഉസ്താദ് അവർകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ സ്ഥാനമാനം അല്ലാഹു തആല നൽകിയതാണ്. വലിയ പവർ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. തന്റെ ഉസ്താദുമാരോട് എല്ലാവരോടും വളരെയേറെ ബഹുമാനമാണ്. മഹാനായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് അല്ലാഹു തആല അവരൊക്കെ ദർജയേറ്റി അല്ലാഹു റഹ്മത്ത് ചെയ്തു കൊടുക്കട്ടെ. ശംസുൽ ഉലമയെ പറ്റി പറയുമ്പോഴും നല്ല അദബ്,
കോട്ടുമല ഉസ്താദിനെ പറ്റി പറയുമ്പോൾ പറയാനില്ല. എല്ലാ ഉസ്താദുമാരെയും വളരെ അതബോടെ, വളരെ ബഹുമാനത്തോടെ, വളരെ റാഹത്തോടെ മാത്രമേ സംസാരിക്കുള്ളൂ. അൽഹംദുലില്ലാ. അതേ സമയത്ത് സാദാത്യങ്ങളോട്, വലിയ വലിയ മഹാന്മാരായ മറ്റു പണ്ഡിതന്മാരോട്, താജുൽ ഉലമായ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ അടക്കമുള്ള മഹാന്മാരോട് അവിടുന്ന് കാണിച്ച സ്നേഹവും ആദരവും അത് പറയുന്നതിനും അപ്പുറമാണ്. ഓ സഹോദരങ്ങളെ, മഹാനായ താജുശ്ശരീഅ ഉസ്താദ് അവർകൾ താജുൽ ഉലമയുടെ അനുസ്മരണ പരിപാടികളിൽ അവിടുത്തെ വഫാത്തിനോടടുത്ത സമയത്തും അതിന് ശേഷവുമെല്ലാം സംസാരിക്കുന്നത് കേട്ടവരാണ് നാം. ഓരോരുത്തേക്ക് അങ്ങനെ സംസാരമുള്ളൂ. ഓരോരുത്തേക്ക് അങ്ങനെ ഓർക്ക് പറയാൻ കഴിയുള്ളൂ. അങ്ങനെ ഓരോ നാവെന്ന് വരുള്ളൂ. താജുശ്ശരീഅ ഉസ്താദ് അവർക്ക് മഹാന്മാരെ കുറിച്ച് അങ്ങനെ പറയാൻ ഒക്കുള്ളൂ. ആദർശരംഗത്ത് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം കാണിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഇൽമു കൊണ്ട് ജീവിതത്തിന്റെ അവസാന ഘട്ടം വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അമരക്കാരനായി നിൽക്കാൻ അല്ലാഹു തആല ഭാഗ്യം കൊടുത്തു. മഹാനായ താജുൽ ഉലമയുടെയും മഹാനായ സുൽത്താനുൽ ഉലമയുടെയും അതുപോലെ മഹാന്മാരായ ഉസ്താദുമാർക്ക് വലിയ കാവലായി, തണലായി കൂടെ നിന്നു. അല്ലാഹു തആല കൊടുത്ത ആയുസ്സും അർത്ഥവും തന്റെ ജീവിതത്തിന്റെ എല്ലാ മാർഗങ്ങളും മഹാന്മാരായ ഉസ്താദുമാർക്ക് വലിയ തണലായി, വലിയ കാവലായി ഉസ്താദ് അവർകൾ സമർപ്പിച്ചു. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെ നോക്കൂ നിങ്ങൾ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഞാനൊരു ഉദാഹരണം പറയാം. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ നടക്കുന്ന സമയത്ത് എപ്പോഴും അധ്യക്ഷ പദത്തിൽ അലങ്കരിച്ചിരുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമായ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഒരു സമയത്ത് അധ്യക്ഷ പദവിയിൽ നിന്ന് മാറി വന്നപ്പോൾ ആ വേദന കൊണ്ട് മറ്റുള്ള ചർച്ചകളൊക്കെ വരുന്നതിന് മുമ്പേ ഇറങ്ങി വന്ന് മഹാനായ താജുൽ ഉലമയുടെ പിന്നിൽ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഉറച്ചു നിന്ന നേതാവാണ് മഹാനായ താജുശ്ശരീഅ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഉസ്താദുമാർക്ക് ഏറ്റവും വലിയ ബഹുമാനം, ഏറ്റവും വലിയ അദബ്, അവരെ പേര് പറയുമ്പോൾ ഏറ്റവും വലിയ സൂക്ഷ്മതയോടെ, ഏറ്റവും വലിയ ഭവ്യതയോടെ പറയുമ്പോഴും ആദർശരംഗത്ത് മഹാനവറുകൾ കാണിച്ച കണിശമായ സ്വഭാവത്തെയാണ് ഞാൻ പറഞ്ഞത്. എല്ലാ ഉസ്താദുമാരുടെയും എല്ലാ മഹാന്മാരായ അസാത്തിദത്തിന്റെയും ദറജ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്. നമ്മൾ ആ മഹാനായ ഉസ്താദ് അവരുടെ പിന്നിലാണെന്ന വലിയ സന്തോഷവും ചാരിതാർത്ഥ്യവും നമുക്കുണ്ട്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, എല്ലാവരോടും കാരുണ്യം കാണിച്ച ഉസ്താദ് അവർകൾ, ജീവിതത്തിൽ എല്ലാ വിഷയത്തോടും കാരുണ്യം കാണിച്ച ഉസ്താദ് അവർകൾ, സഹജീവികളോട്, മനുഷ്യരോട് മാത്രമല്ല എല്ലാ ജീവികളോടും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഒരാൾക്ക് ഒരു നല്ല ആളാകാൻ കഴിയുക എന്നത് ഉസ്താദ് അവരുടെ പ്രസംഗത്തിന്റെ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ ധാരാളമായി കിട്ടും. നിങ്ങളെ വീട്ടിന്റെ അടുക്കൽ നിന്ന് അപ്പുറത്തുനിന്ന് ഒരു BJP-കാരന്റെ പരക്കുന്ന കരച്ചില് കേട്ടാൽ അത് ഉസ്താദിന്റെ ഒരു ശൈലിയാണ്. ഉസ്താദ് രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഉസ്താദ് രാഷ്ട്രീയം പറയുന്നയാളോ ഒന്നല്ല. രാഷ്ട്രീയ അവബോധമുള്ള വലിയ നേതൃത്വമാണെങ്കിലും അത്തരം വിഷയങ്ങളിലൊന്നും ഉസ്താദ് സംസാരിക്കാറോ പ്രസംഗിക്കാറോ ഇല്ല. ഉസ്താദ് അവർകൾ പറഞ്ഞത്, ഒരു മുസ്ലിം വിരോധിയാണ് എന്ന് തോന്നുന്ന ഒരു അയൽവാസി നിങ്ങൾക്കുണ്ടായിട്ട് ആ അയൽവാസിന്റെ വീട്ടിൽ നിന്നാണ് അവിടെയുള്ള കിടാക്കള്, ഉസ്താദിന്റെ ഭാഷ ചെറിയ മക്കള്, ആ വീട്ടിൽ നിന്ന് കരയുന്നത് കണ്ടാൽ നിങ്ങൾ അങ്ങോട്ട് പോകണം. എന്താണ് നിങ്ങളെ പ്രശ്നമെന്ന് നിങ്ങൾ അന്വേഷിക്കണം. അവർക്ക് വേണ്ട ശുശ്രൂഷകളും ആവശ്യമായ സഹകരണങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം. ഇത്
ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തുകയാണ് വന്യവയോധികനായ ഉസ്താദ് അവർകൾ. ഇസ്ലാമിന്റെ സൗമ്യമായ മുഖത്തെ വരച്ച് കാണിക്കുകയാണ് ഉസ്താദ് അവർകൾ. 1000 പ്രഭാഷണങ്ങളെക്കാൾ മണിക്കൂറുകൾ നീണ്ട് പ്രഭാഷണം നടത്തുന്ന പേരുകേട്ട 1000കണക്കിന് പ്രഭാഷകന്മാരുടെ മണിക്കൂറുകൾ നീണ്ട പ്രഭാഷണങ്ങളെക്കാൾ മഹാനായ ശൈഖുന ഉസ്താദ് അവർകളിൽ നിന്ന് വരുന്ന, ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന 2-3 കലിമത്തുകൾക്ക് കനമുണ്ടായിരുന്നു. ഇസ്ലാം എന്താണ് എന്നതിന്, ഇസ്ലാം എന്താണ് എന്നൊരു യുക്തിവാദി ചോദിച്ചാൽ, ഇസ്ലാം എന്താണ് എന്നും ഒരു മതവിരോധി ചോദിച്ചാൽ, ഇസ്ലാം എന്താണ് എന്ന് ഇസ്ലാമിനെ അന്വേഷിക്കുന്ന ഒരു അന്വേഷണ കുതുകി ചോദിച്ചാൽ ഈ ഒരൊറ്റ മറുപടി കൊടുത്താൽ മതിയാകും, ഈ ഒരു ക്ലിപ്പ് കൊടുത്താൽ മതിയാകും. പ്രഗത്ഭനായ മുസ്ലിം പണ്ഡിതൻ, ആധികാരിക പണ്ഡിത സഭയുടെ പരമോന്നതനായ ഉപാധ്യക്ഷർ നടത്തിയ 1.5 മിനിറ്റ് 2 മിനിറ്റുള്ള ചെറിയ പ്രസംഗത്തിന്റെ ക്ലിപ്പ് മതിയാകും എന്താണ് ഇസ്ലാം എന്ന് തിരിച്ചറിയാൻ. സുബ്ഹാന ജല്ല ജലാലു. മുസ്ലിങ്ങൾ തീവ്രവാദികളാണെന്ന് പറയുന്നവരുടെ അടുക്കൽ, മുസ്ലിങ്ങൾ ഭീകരവാദികളാണെന്ന് പറയുന്നവരുടെ മുന്നിൽ, ഇസ്ലാം അല്ലെങ്കിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നവരുടെ മുന്നിൽ എന്താണ് ഇസ്ലാം എന്ന് നീ നിന്റെ സഹോദരന്റെ മുഖത്തു നോക്കിയിട്ട് നടത്തുന്ന ചെറിയ പുഞ്ചിരി, ആ പുഞ്ചിരി സ്വതക്കയാണെന്ന് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എത്ര കൃത്യമായിട്ടാണ് ഉസ്താദ് അവർകൾ സമൂഹത്തോട് വരച്ചു കാണിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞത്, വലിയ വലിയ പ്രഭാഷണം നടത്തുന്ന പ്രഭാഷകന്മാരെ പോലെയല്ല. 5 മിനിറ്റാണ് സംസാരിക്കുന്നതെങ്കിലും ആ സംസാരത്തിലുള്ളത് മുഴുവനും പെറുക്കിയെടുക്കാവുന്ന വലിയ വലിയ കലിമത്തുകളാണ്, ജീവിതത്തിൽ പകർത്താൻ പറ്റുന്നതാണ്. സുബ്ഹാനല്ലാഹ്. 1.5 മണിക്കൂർ കുമ്പളയിൽ ഒരു പരിപാടി, സംഘടനാ പരിപാടിക്ക് ക്ലാസുകളെല്ലാം കഴിഞ്ഞു, ഒരുപാട് ഉസ്താദുമാരുടെ പ്രഭാഷണം കഴിഞ്ഞു. അവസാന സമാപന ദുആക്ക് ശാന്തി പള്ളത്താണെന്ന് എന്റെ ഓർമ്മ. മഹാനായ ഉസ്താദ് അവർകൾ സ്റ്റേജിലേക്ക് കയറി. ആകെ 5 മിനിറ്റ് മാത്രമേ ഉസ്താദ് അവർകൾ സംസാരിച്ചിട്ടുള്ളൂ. അന്നാണ് ഉസ്താദ് അവർകളുടെ സദസ്സിൽ സാധുവായ ഞാൻ ആദ്യമായി നേരിട്ടൊരു സദസ്സിൽ പങ്കെടുക്കുന്നത്. ഉസ്താദ് അവർകളുടെ 5 മിനിറ്റ് സംസാരം കഴിഞ്ഞ് ചെറിയ ദുആവും കഴിഞ്ഞപ്പോൾ സ്റ്റേജിലുള്ള ഏകദേശം നേതാക്കന്മാരും ഉസ്താദുമാരും എല്ലാം കണ്ണുനീർ തുടക്കുകയാണ്. സദസ്സിലുള്ള ആളുകളും ഏകദേശം ആളുകളും കരയുകയാണ്. അത് കഴിഞ്ഞപ്പോ സുലൈമാൻ കരിവള്ളൂരാണ് എന്റെ ഓർമ്മ. എന്റെ അടുത്തിരിക്കുന്ന ആള് എന്നോട് പറഞ്ഞു, നേതാക്കന്മാർക്കെല്ലാം അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ, എന്നോട് പറഞ്ഞു, നമ്മൾ എത്ര സംസാരിച്ചിട്ട് എന്താണ്, നമ്മൾ എത്ര ക്ലാസ് എടുത്തിട്ട് എന്താണ്, 5 മിനിറ്റ് കൊണ്ട് ഉസ്താദ് ഉരുക്കിക്കളഞ്ഞല്ലോ, 5 മിനിറ്റ് കൊണ്ട് ഉസ്താദ് ഉരുക്കിക്കളഞ്ഞല്ലോ. ഏത് പാറ പോലെ കട്ടിയുള്ള ഹൃദയത്തെയും ഉരുക്കി ശുദ്ധമാക്കാൻ പറ്റുന്ന കലിമത്തുകളായിരുന്നു. ഇദാ ഖറജൽ കലാമു മിനൽ ഖൽബി വഖഅ ഫിൽ ഖൽബ്, ഇദാ ഖറജൽ കലാമു മിനൽ ലിസാനി വഖഅ ഫിൽ ഉദ്ൻ. ഒരാളുടെ ഹൃദയത്തിൽ നിന്ന് വാക്ക് പുറത്തു വന്നാൽ അത് കേൾക്കുന്നവരുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്നതാ. പറയുന്നയാള് കൽബ് കൊണ്ട് വഅദ് പറഞ്ഞാൽ, പഴയകാല ആലിമീങ്ങളൊക്കെ അങ്ങനെയാണ്. അല്ലാഹുവേ അവരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണേ അല്ലാഹ്. പഴയ കാലത്തുള്ള ആലിമീങ്ങളൊക്കെ അങ്ങനെയാണ്, അവർ ഹൃദയം കൊണ്ട് വഅദ് പറഞ്ഞവരാണ്. ഓറ ബർക്കത്തോണ്ട് അല്ലാഹു നമുക്ക് കബൂലിയത്ത് തരട്ടെ. അപ്പൊ കൽബിൽ നിന്ന് നാക്കുകൾ പുറത്തു വന്നാൽ അത് കേൾക്കുന്നവന്റെ ഹൃദയത്തിലാ പിടിക്കുക. അതേ സമയത്ത് വൈദാ ഖറജൽ കലാമു മിനൽ ലിസാനി വഖഅ ഫിൽ ഉദ്ൻ, നാവിൽ നിന്ന് വെറുതെ വാചക കസർത്ത് നടത്തിയിട്ട് ആളെ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ഒരു വികാര പ്രഭാഷണം നടത്തിയാൽ അത് കേൾക്കുന്നവന്റെ കാതിലേ അടിക്കുള്ളൂ, ആ സംസാരം കൽബിൽ കയറില്ല. അതുകൊണ്ട് തന്നെ ഉസ്താദ് അവറുകളുടെ 5 മിനിറ്റ് പ്രഭാഷണം മറ്റുള്ളവരുടെ എത്രയോ മണിക്കൂറുകൾ നീണ്ട പ്രഭാഷണത്തെക്കാൾ ഗാംഭീര്യമുള്ളതാണ്. സുലൈമാൻ ഉസ്താദ് പറയാണ്, സുലൈമാൻ കരിവള്ളൂർ ഉസ്താദ് പറയാണ്, 5 മിനിറ്റ് കൊണ്ട് ഉസ്താദ് ഞാൻ ഉരുക്കിക്കളഞ്ഞല്ലോ. സുബ്ഹാനല്ലാഹ്. സദസ്സിലുള്ള ആളുകൾ കരയാണ്. ഞാൻ ഓർത്തുപോകുന്നു,
നമ്മുടെ മുഹിമ്മാത്തിന്റെ അടുത്തൊരു പരിപാടിക്ക് ഉസ്താദ് അവർകളാണ് ഉദ്ഘാടനം. സാധുവാ ഞാൻ വേറെ പറയാനുണ്ട്. അവിടെ ആ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടിൽ തണാന്ന നമ്മുടെ നാട്ടിൽ പറയാം, സിമെന്റ് കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ഒരു സ്ഥലം. അവിടെ മഹാനായ ഉസ്താദ് അവർകൾ ഇരിക്കുകയാണ്. അപ്പൊ ഭക്ഷണം വെച്ച വീട്ടുകാര് നമ്മൾ വളരെ ആദരവോടെ, ഞാനൊന്നും ഉസ്താദിനടുക്ക് എനിക്ക് തോന്നുന്നു കൂടുതൽ പരിചയമില്ലാത്ത സമയമാണ്. ഉസ്താദ് അവർകൾ വളരെ ബഹുമാന പുരസ്സരം നമ്മളിങ്ങനെ പോയി മെല്ലെ ആ കസേരന്റെ അടുത്ത് അവിടെ പോയിരുന്നു. ഉസ്താദ് ഇരിക്കുന്ന ആ ഹൈറ്റുള്ള സ്ഥലത്തിന്റെ താഴെ പോയിരുന്നു. ഭക്ഷണം വെച്ച വീട്ടുകാർ ഉസ്താദിനോട് അതിരറ്റ ആദരവുള്ളവരായതിനാൽ അവർ ഈ ഭക്ഷണം വെച്ച് വിളമ്പിയിരിക്കുന്ന ഈ ടേബിൾ അടക്കമുള്ള സംഗതികൾ അങ്ങനെ തന്നെ പൊക്കിയിട്ട് ഉസ്താദ് അവർകൾ ഇരുന്ന സ്ഥലത്തേക്ക് നേരെ കൊണ്ടുവന്ന് ഉസ്താദിനെ അവിടെ നിന്ന് ഇറക്കാതിരിക്കാൻ ഇറങ്ങി ഇപ്പുറം വരണ്ടാന്ന് കരുതിയിട്ട് ഉസ്താദ് അവർകളേക്ക് ടേബിൾ അങ്ങനെ തന്നെ എടുത്തു കൊണ്ടുപോയപ്പോൾ ഉസ്താദ് അവർകൾ ചോദിക്കാൻ, എന്തിനാണ് ഇങ്ങോട്ട് നീക്കിയത്? അപ്പൊ ഈ വീട്ടുകാരൻ പറയാണ് നമ്മുടെ വിശിഷ്ടാതിഥി طلع البدر علينا من ثنية الوداع وجب الشكر علينا ما دعا لله ذاك. الله أكبر الله أكبر الله أكبر لا إله إلا الله والله أكبر الله أكبر ولله الحمد. ഉസ്താദ് അവർകള് ഈ മേശ ഇങ്ങോട്ട് നീക്കിയപ്പോൾ നമ്മുടെ അതിഥികൾക്കെല്ലാം അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. മേശ ഇങ്ങോട്ട് നീക്കിയപ്പോൾ ഉസ്താദ് ചോദിക്കുകയാണ്, എന്തിനാ മേശ ഇങ്ങോട്ട് നീക്കിയത്? അപ്പൊ ആ വീട്ടുകാരൻ വളരെ അതവോടെ പറഞ്ഞു, ഓർ ഇങ്ങോട്ട് ഇറങ്ങണ്ടല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ മേശ ഇങ്ങോട്ട് നീക്കിയതാണ്. അപ്പോൾ ഒരു ചിരിയുണ്ട് ഉസ്താദ് അവർകളുടെ ഒരു ചിരി. അത് ഒരാൾക്ക് അത് ചിരിപ്പിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല. അത് കണ്ട് അനുഭവിച്ചവരാണ് നമ്മളെല്ലാവരും. അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ. ഉസ്താദ് അവർകൾ ചിരിക്കുന്നുണ്ടാകും. വിശുദ്ധമായ അവിടുത്തെ ഖബറിൽ നിന്നും അവിടുത്തെ ബർസഖി ജീവിതത്തിലും ഉസ്താദ് അവർകൾ പുഞ്ചിരിക്കും, ഉറപ്പാണ്. എന്തുകൊണ്ടെന്നാൽ ജീവിതത്തിൽ ഉസ്താദിനെ കൊണ്ടൊരാളുടെ മുഖത്തുള്ള പുഞ്ചിരി മാറിയത് നമ്മൾ കണ്ടിട്ടില്ല. ചിരിക്കുന്ന ഒരാൾ ഉസ്താദിന്റെ ഹദറത്തിൽ വന്ന് കരഞ്ഞത് കണ്ടിട്ടില്ല. ആത്മീയമായ കരച്ചിലല്ല ഞാൻ പറഞ്ഞത്. ദുന്യാവിന്റെ വിഷയത്തിൽ ഉസ്താദിന്റെ വാക്കുകൊണ്ട് ടെൻഷൻ അടിച്ച ഒരാൾ ഉണ്ടാവാൻ സാധ്യതയില്ല. ശൈഖുന ഉസ്താദ് അവറുകളുടെ മുമ്പിൽ വന്നിട്ട് ദുന്യാവിന്റെ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ബേജാറായി പോയ ഒരാളുണ്ടാകൂല. ആഖിറത്തിന്റെ വിഷയത്തിൽ വാത് കേട്ടിട്ട് കരഞ്ഞ ആളുണ്ടാകും. അത് കൽബ് ശുദ്ധിയാകേണ്ട കരച്ചിലാണ്, അതല്ല ഞാൻ പറഞ്ഞത്. ഉസ്താദ് എല്ലാവരെയും ആശ്വസിപ്പിച്ച് പറഞ്ഞു വിട്ട ആളാണ്. ഉസ്താദ് എല്ലാവർക്കും സമാധാനം കൊടുത്ത ആളാണ്. അപ്പൊ ഈ വീട്ടുകാരനോട് ചോദിക്കുന്നത്, ഞാനിരിക്കുന്നോണ്ട് ഇതിങ്ങോട്ട് നീക്കിയതാ എന്ന് പറഞ്ഞിട്ട് ആ കയ്യിലുള്ള സാലിങ്ങനെ പിടിച്ചിട്ട് ഒരു ചിരി. സുബ്ഹാന ജല്ല ജലാലു. നമ്മളാണെങ്കിൽ എന്താ കരുതുക, ഞാൻ എണീച്ച് പോണ്ട, കുറച്ചും കൂടി ഇങ്ങോട്ട് വെക്കുന്നല്ലേ നമ്മൾ പറയാം. അതേ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇൽമിന്റെ ഖനം കൊണ്ട്, ഇൽമിന്റെ ഫലത്തിന്റെ ഖനം കൊണ്ട് അവര് ഭൂമിയോളം താഴ്ന്നപ്പോ അള്ളാഹുവിന് വേണ്ടി താഴ്മ കാണിച്ചപ്പോ അള്ളാഹു തആല മുഅ്മിനീങ്ങളുടെ ഖൽബിൽ വലിയ സ്ഥാനം കൊടുത്തു. മുഅ്മിനീങ്ങളുടെ ഖൽബിൽ അള്ളാഹു തആല വലിയ പിടുത്തം കൊടുത്തു. അള്ളാഹു തആല അവർക്ക് ദറജയേറ്റി കൊടുക്കട്ടെ. അള്ളാഹു തആല അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഒരൊറ്റ വിഷയം കൂടി ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. എല്ലാ ജീവികളോടും കാരുണ്യം. ഞാൻ വായിച്ചപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഊച്ചക്കാട് ദർസ് നടത്തുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് തനിക്ക് വരുന്ന 10 നിന്ന് ഒരു 10 എപ്പോഴും കാക്കക്ക് കൊടുക്കും. എത്ര? ഒരു കാക്കക്ക്. പ്രായമുള്ള കാക്കല്ല, സാക്ഷാൽ കാക്കക്ക് കൊടുക്കും. വ്യാഴാഴ്ച വീട്ടിലേക്ക് വരുന്ന ദിവസം കാക്കക്ക് ഭക്ഷണം കൊടുക്കാൻ ഒരാളെ ഏൽപ്പിക്കുമായിരുന്നു.
നമ്മൾ താജുൽ ഉലമയെ മനസ്സിലാക്കിയിട്ടില്ല. ഇനിയും നമ്മൾ താജുൽ ഉലമയെ കുറിച്ച് മഹാനായ താജുൽ ശരീഅയെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. മഹാനായ താജുൽ ശരീഅ വ്യാഴാഴ്ച വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ പ്രതീക്ഷിച്ച് വരുന്ന ആ കാക്കക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഒരാളെ വക്കാലത്താക്കുമായിരുന്നു, ഏൽപ്പിക്കുമായിരുന്നു. എത്രയാണ് അവിടുത്തെ ദറജ, എത്രയാണ് അവിടുത്തെ ഖൽബിന്റെ വിശാലത. മഹാനായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ കുപ്പായത്തിന്റെ കയ്യിൽ പൂച്ച ഉറങ്ങുകയാണ്. മെല്ലെ ആ കുപ്പായത്തിന്റെ കൈ കഷ്ണിച്ചിട്ട് ബാക്കിയുള്ളത് വിട്ടിട്ട് നിസ്കരിച്ചിട്ട് വന്നു. ആളുകൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ആ പൂച്ച എഴുന്നേൽപ്പിച്ച് ഓടിച്ചിട്ട് കുപ്പായിട്ടൂടെ? മഹാനവർഗയുടെ മറുപടി, എന്റെ കുപ്പായമിടാൻ അതിന്റെ ഉറക്ക് നഷ്ടപ്പെടുത്തേണ്ടതില്ലല്ലോ എന്നാണ്. ക്ഷീണിച്ചുറങ്ങുന്ന പൂച്ചയുടെ ഉറക്ക് നഷ്ടപ്പെടണ്ട എന്ന് കരുതിയിട്ട് കുപ്പായത്തിന്റെ കൈ കഷ്ണിച്ച മഹാനായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെ പോലെ മഹാന്മാരുടെ വഴിയിൽ നമുക്ക് വലിയ നിലാവ്, നമുക്ക് വലിയ പ്രകാശമായിരുന്നു മഹാനായ താജുൽ ശരീഅ. അല്ലാഹുവേ, അവിടുത്തെ ദറജ ഏറ്റിക്കൊടുക്കണം റഹ്മാനെ. അവിടുത്തെ ഭാര്യ, അവിടുത്തെ മക്കൾ, അവിടുത്തെ കുടുംബം, അവിടുത്തെ പേരമക്കൾ, അവിടുത്തെ ശിഷ്യന്മാർ, അവിടുത്തെ സ്ഥാപനം ലത്വീഫിയ അടക്കം എല്ലാ സംവിധാനങ്ങളെയും നീ ഉയർത്തണം റഹ്മാനെ. അല്ലാഹുവേ, ഈ മജ്ലിസിൽ വല്ല സൂഉല്ലദബും നമ്മുടെ ഭാഗത്തുനിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹ് നീ മാപ്പ് നൽകി ഞങ്ങളെല്ലാവരെയും നീ ഖൈറിന്റെ അഹ്ലുകാരിൽ പെടുത്തണം റഹ്മാനെ. ഈ വിശുദ്ധമായ റജബും ശഅബാനും റമളാനും ഒക്കെ നമ്മുടെ ജീവിതത്തിലെ അവസാന അവസരങ്ങളാക്കി മാറ്റാതെ റജബിലും ശഅബാനിലും ബർക്കത്ത് ചെയ്ത് ധാരാളം റമളാനുകളെ സ്വീകരിക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. ലോക മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്ത് നൽകണം റഹ്മാനെ. ഗസ അടക്കം എല്ലാ പ്രദേശങ്ങളിലും നീ മുഅ്മിനീങ്ങൾക്ക് ഇസ്സത്ത് നൽകി. ഖുദ്സ് അടക്കം എല്ലാ മുഅ്മിനീങ്ങളുടെ കൈകളിൽ നീ ഭദ്രമാക്കി. ഈ രാജ്യത്തും എല്ലാ രാജ്യത്തും ഞങ്ങൾക്ക് ഇസ്സത്ത് നൽകണം റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والسلام عليكم ورحمة الله تعالى وبركاته.